ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് മെയ് 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്? നമ്മുടെ ചാനലിൻ്റെ പേര് എന്താണ്? ലേണിംഗ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചാനലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഇയർലി കറണ്ട് അഫയേഴ്സും അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ലേണിംഗ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള നമ്മുടെ ചാനൽ അല്ലേ? ഞങ്ങളുടെ ചാനലല്ല, നമ്മുടെ ചാനൽ അല്ലേ? പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോ വെബ്സൈറ്റ് നോക്കി കോപ്പി പേസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ പേപ്പർ നോക്കി, ഓരോ ന്യൂസ് പേപ്പർ നോക്കി അതിന് കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വിത്ത് പിക്ചേഴ്സാണ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. നോക്കിക്കേ, ഇപ്പോൾ നമ്മളൊരു പേപ്പറൊക്കെ എടുത്ത് അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി, നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് ഒരു എക്സാമിന് പി എസ് സി മാത്രമല്ല ഏതൊരു എക്സാം ആയിക്കോട്ടെ, ആ ഒരു എക്സാമിന് കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് നോട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ പേപ്പർ വായിക്കണം. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 1 മണിക്കൂറൊക്കെ എടുത്ത് ഒരു പേപ്പർ വായിച്ച് അതിന് നോട്ട്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളെന്താണ് പേപ്പർ വായിച്ച് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വിത്ത് പിക്ചേഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഡേറ്റ് മാർക്ക്ഡ് ദ 50th ആനിവേഴ്സറി ഓഫ് ദ ലോഞ്ച് ഓഫ് ആര്യഭട്ട, ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ബിൽറ്റ് സാറ്റലൈറ്റ്? അല്ലേ, ആര്യഭട്ട എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് അല്ലേ? ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം എന്ന്, അതായത് ഏത് ദിവസമാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചതിൻ്റെ 50ാം ആനിവേഴ്സറി ആഘോഷിച്ചത് ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഏത് ദിവസമാണ്? 2025 ഏപ്രിൽ 19-നാണ്. അതായത് ആര്യഭട്ട വിക്ഷേപിച്ചത് 50ാം വാർഷികം ആഘോഷിച്ചത് 2025 ഏപ്രിൽ 19-നാണ്. ഓക്കെ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട എന്ന് പറയുന്നത്. ISRO തദ്ദേശീയമായി നിർമ്മിച്ച ഉപഗ്രഹം 1975 ഏപ്രിൽ 19-ന് USSRന്റെ കോസ്മോസ് 3M റോക്കറ്റിൽ കമ്പൂസ്റ്റിംഗ് യാർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഓക്കെ, ആര്യഭട്ടയുടെ പ്രൊജക്ട് ഡയറക്ടർ പ്രൊഫസർ UR റാവുവിന്റെ നേതൃത്വത്തിലാണ് ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. 360 കിലോഗ്രാം ആയിരുന്നു ആര്യഭട്ടയുടെ ഭാരം എന്ന് പറയുന്നത്. ഈ ആര്യഭട്ട എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് അല്ലേ ആര്യഭടൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആര്യഭടന്റെ പേരാണ് ഉപഗ്രഹത്തിന് നിർദ്ദേശിച്ചത് ആരാണ്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. പ്രൊഫസർ സതീഷ് ധവാൻ ആയിരുന്നു ISROയുടെ അന്നത്തെ ചെയർമാൻ. ആരായിരുന്നു? പ്രൊഫസർ സതീഷ് ധവാൻ ആയിരുന്നു. ജ്യോതിശാസ്ത്ര പരീക്ഷണങ്ങൾ, ഗാമ എക്സ്റേ കിരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു ആര്യഭട്ടയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പര്യടനത്തിന് ശേഷം 1992 ഫെബ്രുവരി 11-ന് ആര്യഭട്ട ഭൗമാന്തരീക്ഷത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് BR ഗവായ്. 2025 മെയ് 13-ന് വിരമിക്കുന്ന നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായാണ് ഗവായിയുടെ നിയമനം വന്നിട്ടുള്ളത്. മെയ് 14-നാണ് അധികാരമേൽക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റിസ് ഗവായിക്ക് 6 മാസം ചീഫ് ജസ്റ്റിസ് പദവിയിൽ സേവനമനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. 65 വയസ്സ് പൂർത്തിയാകുന്ന നവംബർ 23-ന് അദ്ദേഹം വിരമിക്കും. 2003 നവംബർ 14-ന് ബോംബെ ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായിട്ടും 2005 നവംബർ 12 മുതൽ പെർമനന്റ് ജഡ്ജിയായിട്ടും സേവനം അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2019 മെയ് 24 മുതൽ BR ഗവായ് സുപ്രീം കോടതി ജഡ്ജിയുമായിരുന്നു. മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ദലിത് വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ വ്യക്തിയാണ് ആര്? BR ഗവായ്. ഓക്കെ, മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ 1960 നവംബർ 24-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു BR ഗവായ് അല്ലെ, അത് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം: വിച്ച് ഇന്ത്യൻ റിനൈസൻസ് ഓർഗനൈസേഷൻ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 150th ആനിവേഴ്സറി ഓൺ April 10, 2025?
അതായത് 2025 ഏപ്രിൽ 10 150-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ നവോത്ഥാന സംഘടന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇന്ത്യൻ റിനൈസൻസിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയുണ്ടാവും. ഏപ്രിൽ 10 ഏതാണ്? ആര്യ സമാജമാണ് കേട്ടോ. 1875 ഏപ്രിൽ 10 സ്വാമി ദയാനന്ദ സരസ്വതി അന്ധവിശ്വാസങ്ങൾക്കെതിരായ നവോത്ഥാന സംഘടനയായിട്ടാണ് ബോംബെയിൽ ആര്യ സമാജത്തിന് തുടക്കമിടുന്നത്. പ്രധാനമായിട്ടും ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരായ പ്രസ്ഥാനമായാണ് ഇത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. സാമൂഹിക പരിഷ്കർത്താവും ദാർശനികനുമായ ദയാനന്ദ സരസ്വതി 1824 ഗുജറാത്തിലാണ് ജനിക്കുന്നത്. 1875 ഏപ്രിൽ 10 എന്ത് ആര്യ സമാജം രൂപീകരിക്കുന്നത് അല്ലെ. ആളുകളെ അവരുടെ തെറ്റായ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് വസ്തുനിഷ്ഠവും യുക്തിസഹവും പുരോഗമനപരവുമായിട്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കാൻ സഹായിക്കുന്നതിനായി അദ്ദേഹം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമോ ഉയർത്തിയ വ്യക്തിയും ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുമെന്ന് വിചാരിക്കുക. ഹിന്ദു മതത്തിലെ കാൽവിൻ ആരാണ്? ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമോ ഉയർത്തിയ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ പലത്. ഉത്തരം ഒന്നേ ഉള്ളൂ, അത് ദയാനന്ദ സരസ്വതിയാണ്. ഒന്നും കൂടി പറയാം, പഠിച്ചു പോകാം നമുക്ക്. കാരണം എന്താണ്? 150-ാം വാർഷികമാണ് ഇന്ത്യൻ ആര്യ സമാജത്തിന്റെ ആഘോഷിച്ചത് അല്ലെ. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ദയാനന്ദ സരസ്വതി അല്ലെ. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തി, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി, ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി, സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി അല്ലെ. ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി എല്ലാം ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതി തന്നെയാണ്. ഈ വിഗ്രഹം വെച്ചിട്ടുള്ള ആരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സംഘടനയാണ് ആര്യ സമാജം എന്ന് പറയുന്നത്. ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ലോകത്തെ മഹത്വവത്കരിക്കുക എന്നുള്ളതാണ്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? സത്യാർത്ഥ പ്രകാശം എന്നുള്ളതാണ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ പറഞ്ഞു ദയാനന്ദ സരസ്വതിയാണെന്നാണ് പറഞ്ഞത് അല്ലേ. വേദങ്ങളിലേക്ക് മടങ്ങുക, വേദം, ദയാനന്ദ സരസ്വതി, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ് മക്കളെ? വിവേകാനന്ദനാണ് കേട്ടോ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് റൂസോയാണ്. ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മടങ്ങുക എന്നുള്ള സംഭവങ്ങൾ ഒരുമിച്ച് പറഞ്ഞത് മാത്രം. വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി, ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദൻ, പ്രകൃതിയിലേക്ക് മടങ്ങുക റൂസോ, ബൈബിളിലേക്ക് മടങ്ങുക മാർട്ടിൻ ലൂതർ കിങ്. നാലാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് സ്റ്റേറ്റ് ഈസ് പ്ലാനിങ് ടു സെറ്റപ്പ് ഇന്ത്യാസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് അല്ലെ. ഇന്ത്യയുടെ ആദ്യം തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് രൂപീകരിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ഈസ് പ്ലാനിങ് ടു സെറ്റപ്പ് ഇന്ത്യാസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ്. ആന്ധ്രാപ്രദേശ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്? നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. സംസ്ഥാന മൃഗം കൃഷ്ണമൃഗം, ബ്ലാക്ക് ബക്ക് അല്ലെ. സംസ്ഥാന പക്ഷി റോസ് റിങ്സ് പാരാക്കീറ്റ്. സംസ്ഥാന വൃക്ഷം വേപ്പ്. സംസ്ഥാന പുഷ്പം മുല്ല. അതുപോലെ തന്നെ ഇതിനെന്താണ് 3 ക്യാപിറ്റൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ, ജുഡീഷ്യറി ക്യാപിറ്റൽ അല്ലെ. ആന്ധ്രാപ്രദേശിന് 3 ക്യാപിറ്റലുകളുണ്ട്. ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യനിർവഹണ തലസ്ഥാനം. ഓക്കെ. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ തലസ്ഥാനം. ഇനി ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിന്യായ തലസ്ഥാനം. അപ്പോൾ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ വിശാഖപട്ടണമാണ്, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതിയാണ്, ജുഡീഷ്യറി ക്യാപിറ്റൽ കുർണൂലാണ്. അപ്പോൾ 3 ക്യാപിറ്റലുള്ള സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് അല്ലെ. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ വിശാഖപട്ടണം, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതി, ജുഡീഷ്യറി ക്യാപിറ്റൽ ഏതാണ് മക്കളെ? കുർണൂലാണ് അല്ലെ. ഭാഷാടിസ്ഥാനത്തിൽ നിലവിലുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്. PSC ക്വസ്റ്റ്യൻ ഡിഫോൾട്ടായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭാഷാടിസ്ഥാനത്തിൽ നിലവിലുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം
സംസ്ഥാനം ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. അതേതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ദാനിപുര എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. രത്നഗർഭ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. കടൽത്തീരം കൂടുതലുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ട് സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ബ്രോഡ്ബാൻഡ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. സൈബർ സ്റ്റേറ്റ്, രത്നഗർഭ, ഇന്ത്യയുടെ മുട്ടപ്പാത്രം, അതുപോലെ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യയുടെ നെല്ലറ അല്ലെ, ദക്ഷിണേന്ത്യയുടെ ധാന്യപുര. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? സംസ്ഥാന വ്യാപകമായിട്ട് ബ്രോഡ്ബാൻഡ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ് അല്ലെ. ഈ മന്ത്രിസഭ കൂടിയ ആദ്യ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ നിംസ് ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. പുതുച്ചേരിയുടെ ഭാഗമായ യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ദ ലോക്സഭ റീസെന്റ് പാസ്ഡ് എ ബിൽ ടു എസ്റ്റാബ്ലിഷ് ത്രിഭുവൻ സർക്കാരി യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് സ്റ്റേറ്റ് അല്ലെ. ത്രിഭുവൻ സർക്കാരി യൂണിവേഴ്സിറ്റി ഏത് സ്റ്റേറ്റിലാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് സ്റ്റേറ്റിലാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഗുജറാത്ത്. ഓക്കെ, ദ ലോക്സഭ റീസെന്റ് പാസ്ഡ് എ ബിൽ ടു എസ്റ്റാബ്ലിഷ് ത്രിഭുവൻ സർക്കാരി യൂണിവേഴ്സിറ്റി ഇൻ ഗുജറാത്ത്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ പ്രാചീന കാലത്ത് എങ്ങനെയാണ് ഗുജറാത്ത് അറിയപ്പെട്ടിരുന്നത്? ഗുർജരം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ്. 1600 കിലോമീറ്ററോളം കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം അത് ഗുജറാത്താണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ്, നിലക്കടല, പരുത്തി, ബജ്ര എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ഗുജറാത്ത് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്ന സംസ്ഥാനവും അത് ഗുജറാത്താണ്. സോളാർ നയം, നമ്മളിപ്പോ പറഞ്ഞു സോളാർ അല്ലെ, AI പവേർഡ് സോളാർ മാനുഫാക്ചറിംഗ് ലൈൻ ലോഞ്ച് ചെയ്തത് ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. ഈ സോളാർ നയം തന്നെ ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മിൽക്ക് ATM നിലവിൽ സംസ്ഥാനം. സിന്ധു നദീതട സംസ്കാര അവശിഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനവും അത് ഗുജറാത്താണ്. ഈ നിലവിൽ വന്ന വർഷം 1960 മെയ് 1 ഗുജറാത്ത് നിലവിൽ വന്നത്. തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗറാണ് അല്ലെ. ഔദ്യോഗിക മൃഗം ഏഷ്യൻ സിംഹം, ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഫ്ലെമിംഗോ, ഔദ്യോഗിക പുഷ്പം മേരിഗോൾഡ്, ഔദ്യോഗിക വൃക്ഷം മാവ്. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഗുജറാത്താണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിൽ വന്ന ജില്ല ഏതാണത്? എറണാകുളമാണ് കേട്ടോ. ഇന്ത്യയിലെ ഗുജറാത്തും കേരളത്തിലെ എവിടെയാണ്? എറണാകുളവുമാണ്. ഒരു 4 സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഹമ്മദാബാദ്, ഒസാക്ക, കോയമ്പത്തൂർ, കാൺപൂർ. 4 പേര് അല്ലെ. അഹമ്മദാബാദ് ഗുജറാത്തിലെ നമുക്കറിയാം. ഒസാക്ക എവിടെയാണ്? ജപ്പാനിലാണ്. കോയമ്പത്തൂർ തമിഴ്നാടാണ്. കാൺപൂർ ഉത്തർപ്രദേശാണ്. എന്താണ് ഇവര് 4 പേരും തമ്മിലുള്ള റിലേഷൻ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഒരു വേർഡ് എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് വരുത്താവുന്ന ഒരു വേർഡ് ഇതിലുണ്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഈ 4 പേരും. അഹമ്മദാബാദ്, ഒസാക്ക, കോയമ്പത്തൂർ, കാൺപൂർ. മാഞ്ചസ്റ്റർ, അതായത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ജപ്പാനിലെ ഒസാക്കയാണ്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരാണ്. അപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ.
അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം അല്ല, അഞ്ചാമത്തെ അല്ലല്ലോ, ആറാമത്തെ അല്ലേ, അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞല്ലോ. ആറാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു റീസെന്റ് ഡേറ്റ വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സോളാർ പവർ ഇൻസ്റ്റലേഷൻ ഇൻ റെയിൽവേ സ്റ്റേഷൻ ആസ് ഓഫ് ഫെബ്രുവരി 2025. അതായത് കണക്കുകൾ പ്രകാരം ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ സോളാർ പവർ ഇൻസ്റ്റലേഷൻ, റെയിൽവേ സ്റ്റേഷനിലെ ഏറ്റവും കൂടുതൽ സോളാർ പവർ ഇൻസ്റ്റലേഷൻ നടന്ന സംസ്ഥാനം ഏതാണ് ഫെബ്രുവരി 2025 കണക്ക് പ്രകാരം കേട്ടോ. അത് ഏതാണെന്നാണ് ചോദ്യം. ഒരു ക്ലൂ തരാം. തലസ്ഥാനം ജയ്പൂരാണ് ഈ സംസ്ഥാനത്തിൻ്റെ. കിട്ടിയിട്ടുണ്ടാവും. സംസ്ഥാന മൃഗം ഒട്ടകമാണ്. സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്. സംസ്ഥാന പുഷ്പം രോഹിതയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ സോളാർ പവർ ഇൻസ്റ്റലേഷൻ എവിടെ, റെയിൽവേ സ്റ്റേഷൻസിൽ നടന്നിട്ടുള്ളത് അല്ലേ. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ എന്താണ്, കോട്ടകളും അതുപോലെ കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുപ്രദേശമുള്ള സംസ്ഥാനമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള പർവ്വതനിര ഉണ്ടല്ലോ, ഏതാണിത്? ആരവല്ലിയാണ്. ആരവല്ലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നിവയാണ് രാജസ്ഥാൻ്റെ അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ് കേട്ടോ. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. അതുപോലെ എന്താണ്, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ദക്ഷിണേന്ത്യയിൽ നമ്മൾ ഏത് പറഞ്ഞു? ദക്ഷിണേന്ത്യയിൽ നമ്മൾ ആന്ധ്രാപ്രദേശാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ, ഇന്ദിരാഗാന്ധി കനാൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ആരവല്ലി അല്ലെ. ആരവല്ലി ഹിൽസും എവിടെ തന്നെയാണ്? രാജസ്ഥാനിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള താർ മരുഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഭാഗം കാണപ്പെടുന്ന സംസ്ഥാനവും എവിടെയാണ്? രാജസ്ഥാനിൽ തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മാർബിള്, വെള്ളി, ആസ്പെറ്റോസ്, അതുപോലെ തന്നെ നാഗം എന്നിവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. ഇനി കുടിവെള്ളത്തിനായിട്ട് ATM ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നവർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പാസ്സാക്കിയ സംസ്ഥാനവും ഏതാണ്? രാജസ്ഥാൻ തന്നെയാണ്. ഫെസ്റ്റിവൽ ഓഫ് ഭാരത് എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ്. അതുപോലെ തന്നെ വില്ലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് സഹകരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത, സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ വില്ലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിലും വിദ്യാഭ്യാസ യോഗ്യത കർശനമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ തന്നെയാണ്. വേദിക് എഡ്യൂക്കേഷൻ ബോർഡ് ആരംഭിച്ച സംസ്ഥാനം ഏത് തന്നെയാണ്? രാജസ്ഥാൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, വെൻ ഈസ് വേൾഡ് എർത്ത് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് വേൾഡ് എർത്ത് ഡേ? എന്നാണ് ഏപ്രിൽ 22-നാണ് വേൾഡ് എർത്ത് ഡേ. ആൻഡ് വാട്ട് വാസ് ദ തീം ഫോർ എർത്ത് ഡേ 2025 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പവർ അവർ പ്ലാനറ്റ്. അവർ പവർ അവർ പ്ലാനറ്റ് ഈസ് ദ തീം ഓഫ് വേൾഡ് എർത്ത് ഡേ. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 22 ഈസ് വേൾഡ് എർത്ത് ഡേ. ആൻഡ് വാട്ട് വാസ് ദ തീം ഫോർ എർത്ത് ഡേ 2025? അവർ പവർ അവർ പ്ലാനറ്റ്. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, which Indian state has officially approved DPS Flamingo Lake as a conservation reserve? Okay, which Indian state has officially approved DPS Flamingo Lake as a conservation reserve? The right answer is Maharashtra. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണല്ലേ മഹാരാഷ്ട്ര. വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലെ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനവും അത് ഏത് തന്നെയാണ്? മഹാരാഷ്ട്ര തന്നെയാണ്. അവിടെ ബുദ്ധമതക്കാർ കൂടുതലാണ്, പാഴ്സി മതക്കാരും കൂടുതലാണ്, ജൈന മതക്കാരും അവിടെ കൂടുതലാണ്. ഇതിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ജനസംഖ്യ കൂടി രണ്ടാമത്തെ സംസ്ഥാനമാണ്. സംസ്ഥാന അസംബ്ലി ഹാളില് മൊബൈൽ ഫോൺ നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനമാണ്. അൽഫോൺസ മാമ്പഴം ഇവിടെ കൂടുതൽ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ആധാർ കാർഡ് ബാങ്കിലൂടെ ബന്ധിപ്പിച്ച് ശമ്പളം നൽകിയിട്ടുള്ള ആദ്യ സംസ്ഥാനമാണ്. നിയമസഭയിൽ ഓൺലൈൻ വഴി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനവും ഇത് തന്നെയാണ്, മഹാരാഷ്ട്ര തന്നെയാണ്. അവർക്കാണ് ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ബട്ടർഫ്ലൈ ഉള്ളത്. ഔദ്യോഗിക ഒഫീഷ്യൽ ബട്ടർഫ്ലൈ, ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനം ബ്ലൂ മോർമോൺ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര തന്നെയാണ്. നിലവിൽ വന്ന വർഷം 1960 മെയ് 1-നാണ്. തലസ്ഥാനം മുംബൈ ആണ്. സംസ്ഥാന മൃഗം ഇന്ത്യൻ ജൈന്റ് സ്ക്വാരൽ. സംസ്ഥാന പക്ഷി യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ. സംസ്ഥാന പുഷ്പം ജരുൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്ര തലസ്ഥാനം മുംബൈ ആണ് അല്ലെ. മുംബൈ എന്ന് പറയുമ്പോൾ
ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏതാണ്? മുംബൈയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന നഗരവും മുംബൈ തന്നെയാണ്. ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? പ്രസിദ്ധമായ ധാരാവി ചേരി സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? മുംബൈയാണ്. ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരവും മുംബൈ തന്നെയാണ്. മുംബൈ നാവിക കലാപം നടന്നിരുന്നു. അത് ഏത് വർഷമാണ്? ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മുംബൈ നാവിക കലാപം നടന്നത് ഏത് വർഷമാണ്? 1946 അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, വ്യവസായിക തലസ്ഥാനം, ഇന്ത്യയുടെ കവാടം, 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന നഗരം, ധാരാവി ചേരി സ്ഥിതി ചെയ്യുന്ന നഗരം, അതുപോലെ തന്നെ നാവിക കലാപം എപ്പം നടന്നതെന്നാണ് പറഞ്ഞത്? 1946 അവിടെ നാവിക കലാപം നടക്കുന്നത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് വോൺ ദ 15th ഹോക്കി ഇന്ത്യ സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2025? The right answer is Punjab. Punjab won the 15th ഹോക്കി ഇന്ത്യ സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2025. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. പാഞ്ച് അല്ലെ, 5 എന്നാണ് അർത്ഥം അല്ലെ. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ചെറുകിട വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഇന്ത്യയുടെ ധാന്യ കലവറ, അതുപോലെ തന്നെ ബ്രെഡ് ബാസ്ക്കറ്റ്, അതായത് ഇന്ത്യയുടെ അപ്പക്കൂട എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് പഞ്ചാബാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? പഞ്ചാബ് തന്നെയാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് പഞ്ചാബാണ്. ഇന്ത്യയിൽ തന്നെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനവും ഏത് തന്നെയാണ്? പഞ്ചാബ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. നമുക്കറിയാം ജാലിയൻ വാലാബാഗ് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. രൂപീകരിച്ച വർഷം 1956 നവംബർ 1 തന്നെയാണ്. തലസ്ഥാനം ചണ്ഡീഗഡ് ആണ്. സംസ്ഥാന മൃഗം ബ്ലാക്ക് ബക്ക്, സംസ്ഥാന പക്ഷി ഗോഷ് ഹാക്ക്, സംസ്ഥാന വൃക്ഷം ശീശം. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധിച്ച സംസ്ഥാനം അത് പഞ്ചാബാണ്. അപ്പൊ ചോദിക്കട്ടെ, ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് PSC ആണ്, എങ്ങനെ വേണം ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ്. ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ്. ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധിച്ച രണ്ടാമത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ കേരളമാണ്. ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക, രണ്ടാമത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളം. ആദ്യമായിട്ട് ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ്. ഈ പഞ്ചാബില് നഴ്സറി മുതൽ PhD വരെയുള്ള പഠനത്തിനായി പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നഴ്സറി മുതൽ PhD വരെ പെൺകുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ അവിടെ സൗജന്യ വിദ്യാഭ്യാസമാണ് എവിടെയുള്ളത്? പഞ്ചാബിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങൾ അശുദ്ധമാക്കുന്ന കുറ്റത്തിന് അവിടെ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ ഏർപ്പെടുത്തുന്ന നിയമ ഭേദഗതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ്. മതഗ്രന്ഥങ്ങൾ അശുദ്ധമാക്കുന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ ഏർപ്പെടുത്തുന്ന നിയമ ഭേദഗതി വരുത്തിയ സംസ്ഥാനം ഏതാണ്? അത് പഞ്ചാബാണ്. ഓക്കെ, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. സിൽക്കയര ബെഞ്ച് ബാർകോഡ് ടണൽ that was recently seen in news is located in which state? The right answer is Uttarakhand. Silkyara bench barcode tunnel that was recently seen in news is located in which state? Uttarakhand. ഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള സംസ്ഥാനമാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. സംസ്കൃതം അവിടുത്തെ ഔദ്യോഗിക ഭാഷയാണ്. അപ്പോൾ സംസ്കൃതം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? ഉത്തരാഖണ്ഡാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നു അല്ലെ. ഉത്തരാഖണ്ഡ് നിലവിൽ വന്നത് 2000 നവംബർ 9 തലസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ വിദ്യാലയ
വിദ്യാലയ തലസ്ഥാനം എന്നാണ് ഡെറാഡൂൺ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നാണ് ഡെറാഡൂൺ അറിയപ്പെടുന്നത്. കാരണം കുറേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയത്തിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. ONGC കേട്ടിട്ടുണ്ടോ? അതായത് എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അതിന്റെ ആസ്ഥാനവും ഡെറാഡൂൺ തന്നെയാണ്. രാഷ്ട്രീയ മിലിറ്ററി കോളേജിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും ഡെറാഡൂൺ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനമായിട്ട് ഡെറാഡൂൺ മാറിയത്. ഡെറാഡൂൺ ഏതിന്റെ തലസ്ഥാനമാണ്? ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ. ഡെറാഡൂൺ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നാണ് ഡെറാഡൂൺ അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ ഉത്തരാഖണ്ഡ് നിലവിൽ വന്ന് 2000 നവംബർ 9 അല്ലെ, ഉത്തർപ്രദേശ് വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണല്ലോ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. സംസ്ഥാന മൃഗം കസ്തൂരിമാനാണ് കേട്ടോ. സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാൽ. സംസ്ഥാന പുഷ്പം ബ്രഹ്മകമലാണ്. നമ്മൾ പറഞ്ഞു ഗംഗാ ഉത്സവ്, അതെവിടെയായിരുന്നു? ഹരിദ്വാറിലായിരുന്നു. അതുപോലെ തന്നെ നമാമി ഗംഗ എന്ന പദ്ധതി ആരംഭിച്ചതും ഹരിദ്വാറിൽ തന്നെയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഉത്തരാഖണ്ഡ് തന്നെയാണ് കേട്ടോ. ടൈഗർ സെൽ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. പാരീസിൽ നടന്ന 2ാമത് ഗ്ലോബൽ സ്കിൽ ഡെവലപ്മെന്റ് സമ്മേളനത്തിൽ മികവിനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. 2ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന വ്യവസ്ഥയോടെയുള്ള പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനവും ഉത്തരാഖണ്ഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടല്ല, എന്നാൽ ഇതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുകൊണ്ട് മാത്രം നമ്മൾ പറയുകയാണ്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്? നമുക്കറിയാം പഹൽഗാമിൽ ഉണ്ടായിരുന്ന അറ്റാക്ക് അല്ലേ, ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറിയിട്ട് നിരപരാധികളുടെ ചോര വീഴ്ത്തിയ ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അല്ലേ. പഹൽഗാമിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. തിരിച്ചടി പങ്കുവെച്ച് ഇന്ത്യൻ സൈന്യം പങ്കുവെച്ച പോസ്റ്റിലും എന്തായിരുന്നു? ചിതറിത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണ് ഉള്ളത് അല്ലെ. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരം കൂടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് 25 മിനിറ്റ് നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ. അതായത് അവിടെ എന്താണ് നടന്നത്? പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് പുലർച്ചെ മിന്നൽ വ്യോമാക്രമണത്തിൽ ഇന്ത്യ തകർത്തത്. കൊടും ഭീകരൻ മസൂദ് അസ്ഹറിന്റെ അടുത്ത ബന്ധുക്കളടക്കം 70ലേറെ ഭീകരരാണ് ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു 25 മിനിറ്റ് നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു എന്ത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഓപ്പറേഷനിൽ 40 വിമാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഉപയോഗിച്ചത് സ്കാൽപ് മിസൈലും അതുപോലെ തന്നെ ഹാമർ സ്മാർട്ട് ബോംബുമാണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ 6-ാം തീയതി പുലർച്ചെ 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റിൽ 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ 24 മിസൈലുകൾ തൊടുത്ത് 70 ഭീകരെ വകവരുത്തിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരണം 25 മിനിറ്റ് അല്ലെ. 25 മിനിറ്റ് 24 മിസൈലാണ് ഉപയോഗിച്ചത്. പിന്നെന്താ പറയുന്നത്? 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ 24 മിസൈലുകൾ തൊടുത്ത് 70 ഭീകരരെയാണ് വകവരുത്തിയത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. അതായത് സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും ഒഴിവാക്കിയിട്ട് ഭീകര കേന്ദ്രങ്ങളെ മാത്രം കടന്നാക്രമിക്കുക എന്ന ദുഷ്കര ദൗത്യം സൈന്യം കൃത്യമായിട്ടാണ് നിറവേറ്റിയത്. സംയമനം പാലിച്ചും അളന്നു മുറിച്ചും അനുയോജ്യമായ തിരിച്ചടിയാണ് സൈന്യം നൽകിയിട്ടുള്ളത്. കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഭീകര ക്യാമ്പുകളെ സൈന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ വ്യോമക്രമങ്ങളും ലക്ഷ്യം കണ്ടുവെന്ന് ആളില്ലാ വ്യോമ നിരീക്ഷണ വാഹനങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾക്കുള്ള ശക്തമായ താക്കീതായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ മാറിയെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ വരുന്നത്. ഓക്കെ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസം ഏറെയുള്ള മേഖലകളിലാണ് ഇക്കുറി ആക്രമണം നടത്തിയത്. പഞ്ചാബ് പ്രവിശ്യയിലെ മുരിദ്കെ പട്ടണം ലാഹോർ കഴിഞ്ഞാൽ ഏറ്റവും ജനവാസമുള്ള പ്രദേശമാണ് പഞ്ചാബ് പ്രവിശ്യയിലുള്ളത്. സിയാൽകോട്ടും ബഹാവൽപൂരും പ്രധാനപ്പെട്ട നഗരങ്ങളുമാണ്. ജനവാസ മേഖലകളിൽ സാധാരണക്കാരെ അധികം ബാധിക്കാത്ത രീതിയിൽ ലക്ഷ്യസ്ഥാനങ്ങളെ കടന്നാക്രമിക്കുമെന്ന ദുഷ്കരമായ ദൗത്യമാണ് സൈന്യം വിജയകരമായിട്ട് നിറവേറ്റിയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഇന്ത്യയുടെയും പാകിസ്ഥാനും യുദ്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് 1947, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന ഉടനെ 1947 ആദ്യത്തെ പ്രധാന സംഘർഷം നടക്കുന്നത്. പാകിസ്ഥാന്റെ പിന്തുണയുള്ള സായുധ തീവ്രവാദ സംഘടനകൾ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുകയും 1949 വരെ സംഘർഷം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നടപ്പാക്കി നിയന്ത്രണ രേഖ സ്ഥാപിക്കുകയാണ് 1949 നടന്നത്. അപ്പോൾ ആദ്യമായിട്ട് യുദ്ധം നടക്കുന്നത് 1947 തന്നെയാണ്. പിന്നെ രണ്ടാം യുദ്ധം നടക്കുന്നത് 1965 ഓഗസ്റ്റിലാണ് ഇന്ത്യ പാക് രണ്ടാം യുദ്ധം ആരംഭിക്കുന്നത്. വേഷം മാറിയ സൈനികരെയും കലാപകാരികളെയും പാകിസ്ഥാൻ കശ്മീരിലേക്ക് അയക്കുകയായിരുന്നു. അതിന് പിന്നോടിയായിട്ട് ബംഗ്ലാദേശ് വിമോചന യുദ്ധം, കാർഗിൽ യുദ്ധം, ഉറി ആക്രമണം, പുൽവാമ ആക്രമണം, അങ്ങനെ ഒരുപാട് സംഘർഷങ്ങളുടെ ചരിത്രം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പറഞ്ഞു. മെയ് മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ള ഒരു വ്യക്തമായ മനസ്സിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം.